കാണാൻ നല്ല മൊഞ്ചുള്ള നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായ നല്ലൊരു പുട്ടിൻ്റെ റെസിപ്പി ആയാലോ. പ്രത്യേകിച്ച് ഈ ക്യാരറ്റൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. എന്നാൽ പിന്നെ നമുക്കിതിൻ്റെ ഫുൾ റെസിപ്പിയിലേക്ക് പോയാലോ. അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് തരിയുള്ള പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. ഈ പുട്ടുപൊടിയിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പുട്ടുപൊടി എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ ഇരട്ടിയാട്ടോ പാലെടുക്കുന്നത്. ഞാനിതിപ്പോൾ സാധാരണ പാലാണ്, പാക്കറ്റ് പാലാണ് എടുത്തിരിക്കുന്നത്, തേങ്ങാപ്പാലല്ല. അപ്പോൾ 1.5 കപ്പ് പൊടിക്കിലേക്ക് ഞാനൊരു 3 കപ്പ് പാലും കൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, ഈ പുട്ടുപൊടി പാലുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സായിട്ട് ഒരുപാട് തിക്കും അല്ല ഒരു ലൂസും അല്ലാത്തൊരു രീതിയിൽ കിട്ടും. പിന്നെ 15 മിനിറ്റ് നമ്മൾ വെച്ചതിന് ശേഷം നമ്മൾ സാധാരണ പുട്ടുപൊടിക്കൊക്കെ മിക്സിനേക്കാളും കുറച്ച് ലൂസായിട്ടുള്ള ബാറ്റർ ആയിരിക്കും കേട്ടോ. കണ്ടത് ഇതുപോലെ വേണം കേട്ടോ ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ പാല് കുറവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഓരോ പുട്ടുപൊടിക്ക് നോക്കിയിട്ടാട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്ന ഇതിലേക്ക് ഒരു വലിയ സൈസ് ക്യാരറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ. ക്യാരറ്റ് ഇപ്പോൾ കൂടിയാലും കുഴപ്പമൊന്നുമില്ല, കളറും കൂടും, കുറച്ചും കൂടി ഹെൽത്തിയാണ്. ഞാനിപ്പോൾ ഒരു വലിയ ക്യാരറ്റ് മിക്സിയിൽ ഒന്ന് അരയഞ്ഞു പോരുത്, വെള്ളം ചേർക്കാതെ ഒന്ന് ക്രഷാക്കി അടിച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ ഈ തേങ്ങയൊക്കെ ചിരകി കിട്ടില്ല ആ രീതിയിൽ ക്രഷ് ചെയ്തെടുക്കുക. അതും കൂടി ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് ചിരകിയ തേങ്ങയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. തേങ്ങയും പിന്നെ ക്യാരറ്റും ഒരാൾക്കാരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാമേ. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം എനിക്ക് കുറച്ചുകൂടി പാല് വേണമെന്ന് തോന്നി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചുകൂടി പാൽ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കുറച്ച് ലൂസായിട്ടുള്ള ഒരു രീതിയിലാട്ടോ കണ്ടത്. ഇതുപോലെ വേണം കേട്ടോ ചെയ്തെടുക്കുക. എന്നാൽ അത് പുട്ട് നമ്മൾ സ്റ്റീം ചെയ്ത് കഴിയുമ്പോഴേക്കും അത് സാധാരണ പുട്ടിൻ്റെ പോലെ ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി പാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ. കുറച്ച് ഇതുപോലെ ലൂസായിട്ട് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തതായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു സ്റ്റീലിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഗീ അല്ലെങ്കിൽ കുറച്ച് ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാമേ. ഈ ഒരു പാത്രത്തിലേക്കാണ് കേട്ടോ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന പുട്ടിൻ്റെ മിക്സ് നമ്മൾ ഈ പാത്രം ഫുള്ളാക്കരുത്, ഒരു പകുതിയോളം അല്ലെങ്കിൽ ഒരു 3/4 ഭാഗം നമുക്കൊന്ന് ഫില്ല് ചെയ്തിട്ട് സ്പൂൺ കൊണ്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. കണ്ടോ, ഞാൻ ഈ പാത്രത്തിൻ്റെ 3/4 ഭാഗം പുട്ടിൻ്റെ മിക്സ് ചേർത്തതിന് ശേഷം ഞാൻ അതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് കുറച്ച് ചിരകിയ തേങ്ങയും കൂടി ഒന്ന് പുറമേ ഒന്ന് തൂളി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് വേണമെങ്കിൽ ചെയ്താൽ മതി. അതിനുശേഷം ഞാൻ നേരെ നമ്മുടെ ഇഡ്ഡലി ചെമ്പിൻ്റെ സ്റ്റീമറിൽ, അതായത് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്ന അല്ലാണ്ട് ഒരു ഹോളുള്ള പാത്രത്തിൽ അത് വെച്ചിട്ട് അതിൻ്റെ പുറമേ ആട്ടോ ഞാൻ ഈ മിക്സ് വെച്ചിട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഞാനൊരു 10 മിനിറ്റോളം നമ്മുടെ പുട്ടിൻ്റെ മിക്സ് ഒന്ന് സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പാപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പൊതുവേ പാപ്പുട്ട് ഇതിന് മുന്നേ കുറച്ച് നാൾ മുമ്പേ വൈറലായ ഒരു റെസിപ്പി ആയിരുന്നു. അതിലേക്ക് ഞാൻ എക്സ്ട്രാ ക്യാരറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുത്തെന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള പാപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിപ്പോൾ നമുക്ക് ചെറിയ പീസായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാവേ.